1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി. വേനൽ ചൂട് വർദ്ധിച്ചതോടെ പാലുൽപാദനം കുറഞ്ഞതിനാൽ റബ്ബർ ടാപ്പിംഗ് നിർത്തി. ഇതോടെ ആയിരക്കണക്കിന് തൊഴിലാളികൾ ദുരിതത്തിലാവും. തൊഴിലാളികൾക്ക് ഇക്കുറി വറുതിയുടെ നോമ്പും പെരുന്നാളുമായേക്കും. സാധാരണ വർഷങ്ങളിൽ ഏപ്രിൽ മാസത്തോടെയാണ് ഉൽപാദനം കുറയുമ്പോൾ ടാപ്പിംഗ് നിർത്താറുള്ളത്. തുടർന്ന് ജൂൺ ആദ്യവാരത്തിൽ തന്നെ ടാപ്പിംഗ് തുടങ്ങുകയും ചെയ്യും. 2 മാസം മാത്രമേ തൊഴിൽ നഷ്ടപ്പെടാറുള്ളൂ. എന്നാൽ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കനത്ത ചൂട് കാരണം തൊഴിലാളികൾ നേരത്തെ ടാപ്പിംഗ് നിർത്തിവെക്കേണ്ടി വരികയാണ്. ഇതുകാരണം 3 മാസത്തെ തൊഴിലാണ് തൊഴിലാളികൾക്ക് നഷ്ടപ്പെടുന്നത്. വൻകിട തോട്ടങ്ങളിലെ തൊഴിലാളികൾക്ക് ഇടക്കാല ആശ്വാസവും മറ്റ് സൌജന്യങ്ങളും ലഭിക്കുമ്പോൾ ചെറുകിട തോട്ടം തൊഴിലാളികൾക്ക് യാതൊന്നും ലഭിക്കുന്നില്ല. വേനൽ ചൂട് കാരണം നേരത്തെ ടാപ്പിംഗ് നിർത്തുന്നതിന് പുറമെ കാലവർഷം ശക്തമായി തോരാമഴയത്തും ടാപ്പിംഗ് നിർത്തിവെക്കേണ്ടി വരാറുണ്ട്. സാധാരണ ഒരു വർഷം 6-7 മാസം മാത്രമാണ് തൊഴിലാളികൾക്ക് ജോലിയും കൂലിയും ലഭിക്കുന്നത്. ജൂണിൽ കാലവർഷം തുടങ്ങിയാൽ മാത്രമേ ഇനി ടാപ്പിംഗ് പുനരാരംഭിക്കാനാകൂ. അതുവരെ കടം വാങ്ങി പാവപ്പെട്ട തൊഴിലാളികൾക്ക് ദിവസങ്ങൾ തള്ളി നീക്കേണ്ടി വരും. വറുതി കാലത്ത് തൊഴിലാളികൾക്ക് സൌജന്യ റേഷൻ അനുവദിക്കണമെന്നും റബ്ബറിന്റെ താങ്ങുവില വർദ്ധിപ്പിച്ച് റബ്ബറുടെ ഉടമകളും തൊഴിലാളികളും അനുഭവിക്കുന്ന പ്രയാസത്തിന് ആശ്വാസം പകരണമെന്നും സർക്കാരും മുഖ്യധാരാ രാഷ്ട്രീയക്കാരും റബ്ബർ ഉടമകളുടെയും തൊഴിലാളികളുടെയും ദുരന്തം ഏറ്റെടുത്ത് പരിഹാരം കാണണമെന്നും റബ്ബർ ടാപ്പേഴ്സ് യൂണിയൻ മലപ്പുറം ജില്ലാ സെക്രട്ടറി A.T. ദാസൻ ആവശ്യപ്പെട്ടു. ഇപ്പോൾ ഈ വർഷത്തെ സംബന്ധിച്ചിടത്തോളം കാലവർഷം വ്യതിയാനം കാരണം നമുക്ക് ടാപ്പിങ്ങിന് പെട്ടെന്ന് നിർത്തേണ്ട ഒരു ഗതികേടാണ്. ഇപ്പോൾ ഒന്നാമതായിട്ട് നമ്മുടെ നോമ്പ് പെരുന്നാളൊക്കെ വരാൻ പോവുകയാണ്. അപ്പം ഈ മേഖലയിലുള്ള പണി വളരെ ചുരുങ്ങി വരുന്നൊരു ഇതാണ് കാണാൻ കഴിയുന്നത്. കാരണം നല്ല ചൂടാണ്. ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ചൂട് കൂടി വരികയാണ്. അതുകൊണ്ട് തന്നെ ഉൽപ്പാദനം വളരെ കുറവാണ്. ഉൽപ്പാദനം കുറഞ്ഞാൽ തന്നെ നമ്മുടെ റബ്ബർ കർഷകർക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഇപ്പോൾ ടാപ്പിംഗ് തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചെറിയ കൂലിയിൽ പണിയെടുക്കുന്ന ഒരു വിഭാഗമാണ് ടാപ്പിംഗ് തൊഴിലാളികൾ. ആ അടിസ്ഥാനത്തിൽ തന്നെ ആ കൂലി കൊടുക്കാൻ തന്നെ പറ്റാത്തൊരവസ്ഥയിലാണ് റബ്ബർ കർഷകർ നിൽക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ പ്രാവശ്യത്തെ നമ്മുടെ ഈ നോമ്പ് അതുപോലെ തന്നെ പെരുന്നാളൊക്കെ ഒരു വറുതിയുടെ പെരുന്നാളായിട്ട് മാറാനാണ് ഈ ടാപ്പിംഗ് തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്. ഇപ്പോൾ ഉൽപ്പാദനം കുറവിനനുസരിച്ച് റബ്ബറിന് ഒരു താങ്ങ് വില നിലവിലില്ല. ഇന്നിപ്പോഴത്തെ വില നോക്കുകയാണെങ്കിൽ തന്നെ ഇന്നിപ്പോൾ ഒരു 180-86 ഇപ്പോൾ തൂക്കുന്നതെന്ന് അറിയാൻ കഴിഞ്ഞത്. റബ്ബറിനൊരു 230 രൂപ 240 രൂപയൊക്കെ വരികയാണെങ്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയും. ഈ ഉൽപ്പാദനം വളരെയധികം കുറവാണ്. കാരണം ചൂട് അടിക്കടി കൂടി വരികയാണ്. ടാപ്പിംഗ് തൊഴിലാളികളൊക്കെ 2 മണിക്കൊക്കെ ഇറങ്ങിയിട്ടാണ് ജോലി ചെയ്യുന്നത്. കാരണം 2 മണിക്ക് ഇറങ്ങിയാൽ തന്നെ ഒരു 5 മണി 5:30-6 മണിയോടുകൂടി പണി തീർന്നാൽ ലേശ ഉൽപ്പാദനം കൂടും എന്നുള്ള ആ ഒരു പ്രതീക്ഷയിലാണ് ടാപ്പിംഗ് തൊഴിലാളികൾ ഉറക്കമൊഴിച്ചിട്ടൊക്കെ പണി ചെയ്യുന്നത്. അങ്ങനെ ചെയ്താൽ തന്നെ ഉൽപ്പാദനം വളരെയധികം കുറവാണ്. അതുകൊണ്ട് ടാപ്പിംഗ് തൊഴിലാളി ഈ മേഖലയിലുള്ള ഈ വർഷത്തെ ജീവിത രീതി തന്നെ മഹാമോശം. കാരണം നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവ്, മെഡിസിന് പോകണമെങ്കിൽ താങ്ങാൻ കഴിയാത്തതിലാണ്. എല്ലാ മേഖലകളിലും വില വർദ്ധിപ്പിച്ചുകൊണ്ട് ജീവിതം കൂപ്പുകുത്തിയ ഈ അവസ്ഥയിൽ നമ്മുടെ മേഖല വളരെയധികം മോശത്തിലാണ്. ഈസ്റ്റ് ലൈവ്, എടവണ്ണ.